എന്നാൽ ഞാനൊരു കഥയുര ചെയ്യാം, കാരണഭൂതൻ അരുളിയ പോലെ. വീണക്കമ്പികളാരും വെറുതെ കഥയറിയാതെ മീട്ടുകയരുതേ. അച്ഛൻ്റെ ഓമന മകളാണവൾ, ഒരു തെറ്റും ചെയ്യുവാൻ അറിയാത്തവളാൾ. താതൻ കൈകൾ പരമപവിത്രം, പുത്രികരങ്ങൾ അതിലും ശുദ്ധം. കോടികളാരും തന്നിട്ടില്ല, കോടികൾ ഞങ്ങൾ കണ്ടിട്ടില്ല. മാതാവെണ്ണി തള്ളിയ പെൻഷൻ ചില്ലറയാണേ സത്യം സത്യം. മരുമോൻ ശുദ്ധൻ, മാമൻ ശുദ്ധൻ, മകളും തള്ളേം പരിപരിശുദ്ധർ. കർത്തായേതാ, കരിമണലേതാ, കോടികളെത്തിയ അക്കൗണ്ട് ഏതാ? നിഷ്കുകളാകും ഞങ്ങളെ ഇടി ലക്ഷ്യം വെക്കുവതെന്തിനു വെറുതെ? കേരള നാടിനു മാതൃകയാകും തസ്കര ഫാമിലി നീണാൾ വീഴുക. കേരള നാടിനു മാതൃകയാകും തസ്കര ഫാമിലി നീണാൾ വീഴുക. നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ. വീണ എൻ്റെ മകളാണ് എന്നതിന്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. എന്നാ പിന്നെ വീണ എൻ്റെ മകളല്ല എന്നങ്ങ് പറഞ്ഞാലോ സഖാവേ? അല്ല, ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. വേറെ ആരുടെ മക്കളെ കുറിച്ച് ഇത്തരം സാമ്പത്തിക തിരിമറി ആരോപണങ്ങളൊന്നും ഉയരുന്നില്ലല്ലോ എക്സ് അങ്ങുന്നേ. അത് മാത്രമല്ല, ഒരു കാര്യവും ഇല്ലാതെ ഒരു സേവനവും കൊടുക്കാതെ അല്ലേ കോടികൾ കർത്ത എടുത്ത് വീശിയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ദാ ഒരു 50 രൂപ പോലും വെറുതെ തരാൻ ആരും ഇല്ല കേട്ടോ. വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ലാരും. വീണ എന്ന ആ ദരിദ്രയായ ചെറുപ്പക്കാരിയുടെ ആസ്തി വിവരങ്ങൾ അങ്ങ് പരസ്യപ്പെടുത്തു സഖാവേ. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും എല്ലാവരും. പിന്നെന്താ പറഞ്ഞത്? അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ പുറത്തു വരുന്നത് എന്ന് അല്ലേ? ഒരു നേരം മാത്രം കിട്ടിയ റൊട്ടിയും വെള്ളവും കഴിച്ച് വിശപ്പടക്കിയ നിഷ്കളങ്കനായ സഖാവിന് കോടികളൊന്നും ഇപ്പോൾ ഒരു തുകയല്ലാതെയായി. ഏകദേശം ഒരു 5000 കോടിയൊക്കെ ആയിരിക്കും ഒരു തുക എന്ന നിലയിൽ താങ്കൾ ഇപ്പോൾ അംഗീകരിക്കുന്നത് അല്ലേ സഖാവേ? മോളോട് ഇ ഡി ചോദിച്ചപ്പോ എനിക്കൊന്നും അറിഞ്ഞൂടാ, എല്ലാ അച്ഛനെ അറിയൂ എന്നാ പറഞ്ഞത്. അച്ഛന്റെ മാനസിക നില ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയില് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. നിങ്ങളുടെ എല്ലാം കാര്യം മൊത്തത്തിൽ വിചിത്രമാണല്ലോ. കമ്പനി തുടങ്ങാൻ കാശ് കിട്ടിയ ഉറവിടം മുതൽ സർവത്ര വിചിത്രം. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് മകള് കമ്പനി തുടങ്ങിയത്. അത് തുടങ്ങാൻ അമ്മ റിട്ടയർ ആയപ്പോൾ കിട്ടിയ കാശാണ് ഉപയോഗിച്ചത് എന്നാണ് നിയമസഭയിൽ താങ്കൾ പറഞ്ഞത്. പിരിയുമ്പോൾ ഇത്രയും കോടി രൂപ കിട്ടുന്ന ഏത് പദവിയിലാണ് താങ്കളുടെ ഭാര്യ ഇരുന്നത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് വിചിത്രം. ഇ ഡി വരട്ടെ, അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ ആരുടെയും മടിയിൽ ഒട്ടും കനമില്ല എന്നൊക്കെ വീരവാദം മുഴക്കി. എന്നിട്ട് ഇ ഡി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കിട്ടിയ അടിമകളെ മുഴുവൻ റോഡിൽ ഇറക്കി ഇ ഡിയെ കയ്യേറ്റം ചെയ്തു. അവർ വന്ന ടാക്സി വരെ തല്ലിപ്പൊട്ടിച്ചു. വിചിത്രം. അടിമകൾ തല്ലുണ്ടാക്കുന്നത് വെറുതെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് മാധ്യമങ്ങളോട് അങ്ങൊന്ന് വന്ന് പറഞ്ഞു. അതും വിചിത്രം തന്നെ. ഞങ്ങൾ തല്ലി തകർത്ത ടാക്സിക്കാർ ഞങ്ങൾ തന്നെ ശരിയാക്കി കൊടുക്കും എന്ന് നാട്ടുകാരെ സാക്ഷി നിർത്തി കള്ളം പറഞ്ഞിട്ട് അവസാനം ഇ ഡി തന്നെ ടാക്സിക്കാരന് നഷ്ടപരിഹാരം കൊടുത്തു. അതും വിചിത്രം. കർത്ത വീണയ്ക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞു, സേവനം ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി തെളിഞ്ഞതിന് ശേഷവും ഞാനും എൻ്റെ മോളും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വന്നിരുന്ന് ന്യായീകരിക്കുന്നതും വളരെ വിചിത്രം തന്നെ. എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? പാവം, അതുപോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. സഖാവിൻ്റെ സ്ഥാനം ഉപയോഗിച്ചാണല്ലോ മകൾ പണി മുഴുവൻ നടത്തിയത്. റൊട്ടിയും വെള്ളവും കുടിച്ച് വിശപ്പടക്കിയിരുന്ന പഴയ സാധാരണ വിജയന്റെ മകളായിരുന്നെങ്കിൽ കണ്ടവന്റെ കയ്യിലിരിക്കുന്ന അത്രയും കോടികൾ ഒരു കാര്യവും ചെയ്യാതെ സ്വന്തം അക്കൗണ്ടിൽ വരുമായിരുന്നോ? വരുത്തില്ലല്ലോ. സംസാരിക്കുന്നതിലേക്ക് ഒരു നിഷ്കളങ്കത കണ്ടോ? എന്തിനാണ് എൻ്റെ സ്ഥാനപ്പേര് ഈ കേസിൽ പറഞ്ഞതെന്ന്. പാവം, പച്ചവെള്ളം കൊടുത്താൽ ചവച്ചരച്ച് പയ്യെ ഇറക്കൂ. എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. ഈ ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഏറ്റവും അവസാനം പറഞ്ഞെത്തുന്നത് ഈ പോയിന്റിലായിരിക്കുമല്ലോ. മാധ്യമ വേട്ട, മാധ്യമങ്ങൾ സൃഷ്ടിച്ച സംഭവം. അല്ലാതെ ഞാനോ എൻ്റെ കുടുംബമോ ഒന്നും അറിഞ്ഞിട്ടില്ല. CMRL എന്ന കമ്പനിയും മാധ്യമ സൃഷ്ടി, എക്സാലോജിക് എന്ന കമ്പനിയും മാധ്യമ സൃഷ്ടി, കർത്തയും മാധ്യമ സൃഷ്ടി, വീണാ വിജയനും മാധ്യമ സൃഷ്ടി, കോടികളുടെ ഇടപാടും മാധ്യമ സൃഷ്ടി. ഇത്രയുമൊക്കെ ആയിട്ടും ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഒരു സല്യൂട്ട് കൊടുക്കേണ്ട മുതൽ തന്നെ.
അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. അന്വേഷിക്കാൻ വന്നപ്പോൾ വീണ മാത്രമല്ല, വീണയുടെ അച്ഛനും അച്ഛൻ്റെ അടിമകളും നന്നായിട്ട് സഹകരിച്ചു. അന്വേഷിക്കാൻ വാ വാ, അന്വേഷിക്കാൻ അവർ വരട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. വരുമ്പോൾ ഞങ്ങൾ കലാപം നടത്തും. അത് വേറെ കാര്യം. അങ്ങനെയല്ലേ? ഒരു വ്യത്യാസം അതിൽ കാണിച്ചിട്ടില്ല. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്ത് യാതൊരു മടിയും ഉണ്ടാകും. ഇനിയും ED കൈയേറ്റം ചെയ്യണമെങ്കിലും അതിനും ഒരു മടിയും ഉണ്ടാകത്തില്ല. പറഞ്ഞതുപോലെ ഇനി അതിന് അടിമകളെ ആരെങ്കിലും കിട്ടുമോ സഖാവേ? സംശയമാണ് കേട്ടോ. എല്ലാ എണ്ണത്തിനും മതിയായിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പണ്ട് ഓരോ കാര്യങ്ങൾക്ക് ചെയ്ത പോലെ ബംഗാളികളെ വല്ലതും ഇറക്കണം. ഏതായാലും മൊത്തത്തിൽ നാറി. ഇനി നാറ്റത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാനാ? വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലേ? ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാട് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുണ്ട്. അയ്യോ, ഹവാല എന്താണെന്ന് പോലും എനിക്കോ എൻ്റെ മകൾക്കോ എൻ്റെ കുടുംബത്തിനോ ആർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സകലതും 916 പരിശുദ്ധിയോട് കൂടിയതാ. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്. തള്ളേതേ പഴയ ഡയലോഗ് വീണ്ടും. അന്ന് നിയമസഭയിൽ കാണിച്ചതുപോലെ തന്നെ 2 കൈയും തേച്ച് കഴുകി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2 കൈയും ഉയർത്തിയിരിക്കുമ്പോൾ ഞാൻ കീഴടങ്ങിയതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നുന്നു സഖാവേ. കൈ താഴെ ഇട്ടോ, ഞങ്ങൾ വിശ്വസിച്ച്. ഇനിയും ശുദ്ധമായിരിക്കും. ശുദ്ധമായിരുന്നു, ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. കേട്ടല്ലോ എല്ലാവരും? ഈ കറ പുരളാത്ത കൈകളെ ആരും അവിശ്വസിക്കരുതേ. നിങ്ങളോട് കാറലുമിത്തപ്പം പൊറുക്കത്തില്ല. ആ കൈകളിൽ കറ പുരട്ടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല കേട്ടോ. കറ തേച്ചുരച്ച് പുരട്ടാൻ ശ്രമിച്ചാലും പുരളത്തില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ ആ കൈകളിൽ സജ്ജമാണ്. ഒരു പ്രലോഭനത്തിലും വീഴുന്ന കൈകളല്ല അത്. ഇന്നത്തെ നാടക ഡയലോഗ് ഇത്രയും മതി സഖാവേ. ഇനിയും മുന്നോട്ട് ദിവസങ്ങളുണ്ടല്ലോ, വാർത്താ സമ്മേളനങ്ങളുണ്ടല്ലോ. ബാക്കി അപ്പോഴാകാം. ഇപ്പം ചെന്ന് വിശ്രമിച്ചാട്ടെ. പോയി റെസ്റ്റ് എടു. ചെല്ലേ.